അവനെ ചവിട്ടിയാ പോകും. കാര്യത്തിനാ ഇന്നലെ ഭാര്യയെ ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയ ഭർത്താവിൻ്റെ അട്ടഹാസമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അദ്ദേഹം പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിന് ചെയ്തതാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ വല്ലാത്ത വിഷമം ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാം. അദ്ദേഹം അത് സ്റ്റേഷനിൽ പോയിട്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തൊരു അബദ്ധം സംഭവിച്ചു. ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പിറകെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞു തീർക്കാതെ അതിൻ്റെ പേരിൽ അകന്നു നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള പ്രതികാരങ്ങളും മറ്റും നമുക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രതികാരം തീർക്കുന്നത് ഇതുപോലുള്ള കൊലപാതകങ്ങളിലും അതുപോലെ തന്നെ മറ്റു പല പകകളിലുമാണ്. കുടുംബങ്ങളാകുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഇണകളാകുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ നമ്മൾ തമ്മിലുണ്ടായിരിക്കും. അതില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അതൊരു അഭിനയത്തോടു കൂടിയുള്ള ജീവിതമായിരിക്കും. അങ്ങനെ യാതൊരു പ്രശ്നവും ഞങ്ങളുടെ ജീവിതത്തിലില്ല എന്ന് പറയുന്നുവെങ്കിൽ അഭിനയം മാത്രമേ ആയിരിക്കും. പക്ഷേ പലപ്പോഴും അതിൻ്റെ പേരിൽ അകന്ന് ജീവിക്കുകയും പിന്നീട് പല വെല്ലുവിളികൾ നടത്തുകയോ അതല്ലെങ്കിൽ പ്രകോപിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന ചില ദേഷ്യങ്ങളെ കൊണ്ടാണ് ഇത്രയും കൊലപാതകങ്ങളൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ട്. പക്ഷെ സ്വന്തം മക്കൾക്ക് മുന്നിലാണ് അദ്ദേഹം ആ അറുകൊല ചെയ്തത്. സ്വന്തം മക്കൾക്ക് മുന്നിൽ തൻ്റെ ഭാര്യയെ വെട്ടിനുറുക്കിയ സമയത്ത് ആ മക്കൾ എത്രമാത്രം അസ്വസ്ഥരായിട്ടുണ്ടായിരിക്കും. ഇനി ആ ഒരു ഞെട്ടല് മാറണമെങ്കിൽ എത്രമാത്രം ആ മക്കളെ കൗൺസിലിങ്ങും കാര്യങ്ങളും നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിന്നീട് വലിയ വലിയ വിഷയങ്ങളാവുകയും അതൊരു വാശിയിലെത്തുകയും ഒക്കെ ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. പലപ്പോഴും വീട്ടുകാർ കൂടെ നിന്ന് അവൻ എന്തെങ്കിലും ആവട്ടെ വരുന്നിടത്ത് വെച്ച് നോക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ വാശിപ്പുറത്തേക്ക് പലപ്പോഴും പല ജീവിതങ്ങൾ കൊണ്ടെത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിച്ചു എന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ഈ പിൻബലം കൊടുക്കുന്ന ആളുകളൊന്നും പിന്നീട് ഒരു പ്രശ്നം വരുന്ന സമയത്ത് കൂടെ ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ വിഷയങ്ങൾ വരുന്ന സമയത്ത് കൂടെ ഉണ്ടാകാറില്ല. അവിടെയാണ് നമുക്ക് കുറച്ച് തിരിച്ചറിവുകൾ വേണ്ടത്. ആ തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന സമയത്താണ് ഇതുപോലുള്ള അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു രോധനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഒരു കയ്യബദ്ധം സംഭവിച്ചതാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ശക്തമായിട്ടുള്ള വാശി തൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, തട്ടിത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും വാശി കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഇതുപോലത്തെ അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് കത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കത്തിച്ചിട്ട് രണ്ടുപേരെയും പരസ്പരം താൽക്കാലികമായി അകറ്റി നിർത്തുന്ന സമയത്ത് പിന്നീട് ആ വാശികൾ തീരുന്നത് ഇതുപോലെ മക്കൾക്ക് അച്ഛനില്ലാതെയാകുന്നു, അമ്മയില്ലാതെയാകുന്നു. എന്താണെങ്കിലും വളരെയധികം നമുക്ക് ചിന്ത നൽകുന്ന ഒരു കൊലപാതകമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ അലറി വിളിക്കുന്ന ആ രംഗത്തിൽ നിന്ന് മനസ്സിലാകുന്നതാണ് അദ്ദേഹം അത് പെട്ടെന്ന് ചെയ്തു പോയതാണ്. എന്താണെങ്കിലും ശ്രദ്ധിക്കുക, നമ്മുടെ ഒക്കെ കുടുംബത്തിൽ പലപ്പോഴും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കാവലല്ലാതെ മറ്റൊന്നുമില്ല. അതിനപ്പുറം പരസ്പരം കൂട്ടിയിണക്കാൻ നമ്മൾ ശ്രമിക്കുക, അതല്ലാതെ അകറ്റാൻ വേണ്ടിയിട്ട് അത് എന്ത് കുടുംബങ്ങളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ശ്രമിക്കരുത്. അത് പിന്നീട് ഏറ്റവും വലിയ സങ്കടക്കടലിലേക്കാണ് കൊണ്ടെത്തിക്കുക.